തൃശൂരിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. 4 സ്ക്വാഡുകളായി തിരിഞ്ഞ് 34 ഹോട്ടലുകളിലാണ് ഈ പരിശോധന നടത്തിയത്. സുനിൽ അരുമാനൂർ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. സുനിൽ, സംസ്ഥാനത്തെങ്ങും ഈ നിലയ്ക്കുള്ള മിന്നൽ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. തൃശൂരിൽ ഇപ്പോൾ മിന്നൽ പരിശോധന വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കാവ്യ, ഇന്ന് പുലർച്ചെ മുതലാണ് തൃശൂർ നഗരപരിധിയിലുള്ള 34-ലധികം ഹോട്ടലുകളിൽ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഫുഡ് ഇൻസ്പെക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടക്കം പരിശോധന നടത്തിയത്. ഇതിനെ തുടർന്നാണ് 5 ഹോട്ടലുകളിൽ നിന്ന്, നഗരത്തിനകത്തുള്ള 5 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നാണ് വലിയ രീതിയിൽ അഴുകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ദിവസങ്ങളായി ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അത് കേടുവന്ന് വീണ്ടും ഫ്രീസറിൽ സൂക്ഷിച്ച് ആളുകൾക്ക് വിളമ്പാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഭക്ഷണമാണ് ഇന്ന് പിടികൂടിയത്. അത് ചിക്കനും ചെമ്മീൻ അടക്കമുള്ള വസ്തുക്കളും പെറോട്ട അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ അടക്കം ഇത്തരത്തിൽ പൂപ്പ് വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പരിശോധന ഇന്നും വീണ്ടും മറ്റു ഹോട്ടലുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് കോർപ്പറേഷൻ മേയർ തന്നെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ മോശം ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരുമിച്ചുള്ള പരിശോധന ഇന്ന് പ്ലാൻ ചെയ്തത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിവിധ ഈ പിടിച്ചെടുത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുപോലെ പിഴ അടയ്ക്കാനുള്ള തുക, പിഴ അടയ്ക്കണമെന്ന് കാട്ടിയിട്ടുള്ള നോട്ടീസും അടച്ചുപൂട്ടിക്കൊണ്ടുള്ള നോട്ടീസും ഇപ്പോൾ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും ഈ പരിശോധന തുടരാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 5 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ച് എടുത്തിരിക്കുന്നു. 31 ഹോട്ടലുകൾക്ക് ഇപ്പോൾ നോട്ടീസും നൽകിയിട്ടുണ്ട്. മിന്നൽ പരിശോധനയാണ് ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നടത്തിയത്. തുടർ പരിശോധനകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നടക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ പങ്കുവച്ചത്.